ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 57 ഗ്രാം MDMA-യുമായി 2 യുവതികളടക്കം 5 പേരെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. ഡ്രൈവർ രാജൻ യാത്രയായത് മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം. 3 പ്രതികൾ പിടിയിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിലെത്തുക. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ആനകുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പുറ്റക്കരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കല്ലൂരിൽ സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. യുവതികളടക്കം 5 പേരെ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശിനികളായ വിദ്യ, ശാലിനി, കയ്പമംഗലം സ്വദേശികളായ വൈപ്പിൻകാട്ട് ഷിനോജ്, ആനക്കൂട്ട് വീട്ടിൽ അജ്മൽ, കടവിൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. യുവതികളാണ് KSRTC ബസ്സിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത്. ഇത് വാങ്ങാനെത്തിയപ്പോഴാണ് യുവാക്കളും പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സിലെത്തിയ യുവതികളുടെ ബാഗ് പരിശോധിച്ചത്. ബാംഗ്ലൂരിൽ നിന്നാണ് യുവതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ രാജൻ യാത്രയായത്. ഗുരുവായൂർ പാൽവായി സെന്റ് ആന്റണീസ് UP സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്കംകണ്ടം സ്വദേശി മാടാനി വീട്ടിൽ 55 വയസ്സുള്ള രാജനാണ് മരിച്ചത്. രാവിലെ 9:30-ഓടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കാർഗിൽ നഗറിനടുത്ത് വെച്ചാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ് റോഡരികിൽ ഒതുക്കി നിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തി. ഉടൻ ബസ്സിൽ തളർന്നു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ രാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കളില്ലാത്തതിനാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് രാജൻ വിദ്യാർത്ഥികളെ നോക്കിയിരുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ദിവസവും മിഠായിയും ഐസ്ക്രീമും വാങ്ങി നൽകിയിരുന്ന ഡ്രൈവർ മാമനെ അവസാനമായി കാണാൻ വിദ്യാർത്ഥികളും എത്തി. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ അന്ത്യചുംബനം കണ്ടു നിന്നവർക്കും തീരാ നൊമ്പരമായി. TCV ഗുരുവായൂർ. മരണത്തിന്റെ ആഴത്തിൽ നിന്നും അജയനെ കൈപ്പിടിച്ചുയർത്തി നല്ല അയൽക്കാരിയായ ചിത്രമധു. അച്ഛനെ ജീവിതത്തിലേക്ക് തൊട്ടുവിളിച്ച് അമൃതലക്ഷ്മി. സാമൂഹ്യപ്രവർത്തകനായ കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്വദേശി കൊട്ടേക്കാട്ട് അജയൻ മരണത്തിലേക്ക് ഊളിയിട്ട നിമിഷത്തിൽ ഭാഗ്യം 2 യുവതികളുടെ രൂപത്തിലാണ് വന്നെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തന്റെ പുരയിടത്തിലുള്ള കുളത്തിൽ കാൽ വഴുതി വീണ് ബോധരഹിതനായ അജയനെ കണ്ടെത്തിയത് അയൽവാസിയായ ചിത്രാമധുവാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ചിത്ര കുളത്തിൽ ചാടി അജയനെ കരയിലെത്തിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അജയന്റെ മകളും ഫിസിയോതെറാപ്പിസ്റ്റുമായ അമൃതലക്ഷ്മി ഉടൻ തന്നെ CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലെത്തിച്ചു. കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയല്ല, സ്കിഡ് അങ്ങോട്ട് ചെയ്തു. പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് കുട്ടി ചിത്രാമധു. അപ്പോൾ ആളിവിടെ എന്നായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ പേസ്റ്റും കൊണ്ട് പോരുന്നത്. അപ്പോൾ ആള് എന്നെ കാണാണ്ടായപ്പോൾ ഒരു സംശയം പുള്ളിയുടെ മനസ്സിലെന്തോ തോന്നി. ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നോക്കുമ്പോഴാണ് ബക്കറ്റ് കിടക്കുന്നത്. ഇയാളെ കാണില്ല, അയച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ഇങ്ങനെ കമ്മന്ന് എടുക്കണതാണ് കണ്ടത്. തല മാത്രമേ മുന്തിക്കുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എവിടെന്നാ ശക്തി കിട്ടിയെന്ന് തന്നെ അറിയില്ല.
പൊക്കി അങ്ങോട്ട് നേരെ ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്ത് പ്രസ് ചെയ്തു. ആകെ പേടി. അപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് പൊക്കി കുട്ടി CPR കൊടുത്തു. ചെസ്റ്റിലും CPR കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാർഡിയാക് അറസ്റ്റ് എന്നാണ് വിചാരിച്ചത്. ഞാൻ വെള്ളത്തിൽ ഡ്രൗൺ ചെയ്തിരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് CPR കൊടുക്കുന്നത്. പക്ഷേ അത് കൊടുത്തപ്പോൾ ചെസ്റ്റിൽ നിന്ന് വെള്ളം ഇവിടേക്ക് വന്നിട്ടൊരു ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് വെള്ളവും കഫവും എയറും കൂടെ ഉള്ളൊരു വലിയ വോയിസ് നമുക്ക് പുറത്തേക്ക് വന്നു. പിന്നെ പൾസ് കിട്ടും എന്നുള്ളത് മനസ്സിലായി. കാറിൽ വെച്ചും ഞാൻ ചെസ്റ്റ് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോഡലിലേക്ക് എത്തിയപ്പോഴേക്കും ആള് ഓറിയന്റഡ് ആയി. മകൾ അമൃതലക്ഷ്മിയുടെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അജയൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒരു നിമിഷം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി മടങ്ങി വന്നതിന്റെ ഞെട്ടലിലും ജീവിതം തിരികെ നൽകിയ അയൽക്കാരിയോടും മകളോടും നന്ദി പറയുകയാണ് അജയൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചത്ത മാനുകളെ സംസ്കരിച്ചതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ പരാതിയിലാണ് നടപടി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യമൃഗങ്ങളുടെയോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കണമെന്നാണ് നിയമം. എന്നാൽ സുവോളജിക്കലെ ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ ചത്ത മാനിന്റെ ജഡങ്ങൾ തിരക്കിട്ട് രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേസ് ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സുവോളജിക്കൽ പാർക്കിലെ 10 പുള്ളിമാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുൻ, ഇടുക്കി സ്വദേശി ബോബി ഫിലിപ്പ്, ആലുവ സ്വദേശി ഗ്ലിവിൻ ജെയിംസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട DYSP CL ഷാജു, അന്തിക്കാട് SHO കേഴ്മൻ V മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കവർച്ച നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക. ശബരിമല ദർശനത്തിന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒട്ടുമിക്ക ഭക്തരും ഗുരുവായൂർ ക്ഷേത്രത്തിലുമെത്തും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണം പ്രത്യേകതയാണ്. 3 ആന, കോലം എന്നിവയോടെയാണ് എഴുന്നള്ളിപ്പ്. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങൾ അകമ്പടിയാകും. ഇത് മണ്ഡലകാല ശിവേലിയുടെ മാത്രം പ്രത്യേകതയാണ്. മണ്ഡലം 1 മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാഭിഷേകമുണ്ടാകും. പ്രത്യേക കൂട്ടുകളോടെ തയ്യാറാക്കിയ പഞ്ചഗവ്യം പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയ ശേഷം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യും. തന്ത്രിയാണ് ആദ്യ ദിവസം പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും നിർവഹിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം ഓദിക്കന്മാരാണ് ഉച്ചപൂജ നടത്തുക. മണ്ഡലം 41-ാം ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ആനക്കുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന മുരിയാട് സ്വദേശിനി പുല്ലോക്കാരൻ വീട്ടിൽ വിബി, ഓട്ടോ ഡ്രൈവർ ഇരിങ്ങാലക്കുട ആസാദ് റോഡ് സ്വദേശി ചെമ്പോത്ത് വീട്ടിൽ അബ്ദുൾ സലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണിക്കര ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറും എതിരെ വന്നിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്.
ഇടിയുടെ ആഘാതത്തിൽ കാർ മറിഞ്ഞു. കൈപ്പറമ്പ് പുറ്റേക്കരയിൽ വാഹന അപകടം. 2 കാറുകളും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ടാറിംഗ് കഴിഞ്ഞതോടെ വീതി കുറവുള്ള ഈ മേഖലയിൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. കല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരകാരൻ വീട്ടിൽ 82 വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കല്ലൂർ കരുവാൻകുന്നിലായിരുന്നു അപകടം. നടന്നു പോവുകയായിരുന്ന രാമൻകുട്ടിയെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടഞ്ഞ് BDJS. ഇരിങ്ങാലക്കുട നഗരസഭ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക്, പടിയൂർ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലായി 3 സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെന്നും 3 റൌണ്ട് ചർച്ച നടത്തിയിട്ടും തീരുമാനമായിട്ടില്ലെന്നും മുന്നണി മര്യാദ പാലിക്കാൻ BJP തയ്യാറാകണമെന്നും BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിലെ SNDP ഭാരവാഹികൾ BDJSനെ ഹൈജാക്ക് ചെയ്ത് BJP പാളയത്തിൽ കെട്ടിയതായും ജയചന്ദ്രൻ ആരോപിച്ചു. BDJS നിയോജക മണ്ഡലം ഭാരവാഹികളായ രാധാകൃഷ്ണൻ ചാത്തമ്പിള്ളി, KS നന്ദകുമാർ, PK ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താന്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തി. താന്യം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം കോർ കമ്മിറ്റി കൺവീനർ MK ചന്ദ്രൻ പ്രഖ്യാപനം നടത്തി. സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. 10 വനിതകളും കഴിഞ്ഞ തവണ മത്സരിച്ച 7 പേരും 2 പുതുമുഖങ്ങളുമടക്കം 19 പേരാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. സാധാരണ നമ്മൾ നോമിനേഷൻ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലെക്സുകളൊക്കെ സാധാരണ നമ്മൾ അറിയാൻ പറ്റും. കടപ്പുറം പഞ്ചായത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ഡലം കമ്മിറ്റി യോഗത്തിലുണ്ടായ വിഷയമാണ് രാജിയിൽ കലാശിച്ചത്. മണ്ഡലത്തിലുണ്ടായ വിഷയങ്ങൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. BJP കടപ്പുറം പഞ്ചായത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 1-ാം വാർഡ് വർഷ മണികണ്ഠൻ, 3-ാം വാർഡ് ബ്ലാങ്ങാട് AR രാജേഷ്, 4-ാം വാർഡ് മുല്ലപ്പുഴ ജിഷ ഷിനോജ്, 6 മാട്ടുമ്മൽ ജീന ബോഷി, 7 കറുകമാട് കൃഷ്ണൻ കറുകമാട്, 11 അഴിമുഖം CK ഷാജി, 18 ലൈറ്റ് ഹൌസ് ജ്യോതി ലക്ഷ്മി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. എടത്തിരുത്തി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാമക്കാല ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് SA സിദ്ദീഖ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൽ ജലീൽ, നേതാക്കളായ AC അബ്ദുൽ കരീം മൗലവി, PB മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് 8-ൽ മുഹമ്മദ് നബീൽ, വാർഡ് 11-ൽ PK ഹംസ, വാർഡ് 12-ൽ ജസീല സൈഫുദ്ദീൻ, വാർഡ് 19-ൽ VI സാദിഖ് അലി എന്നിവരാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുക. അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ പട്ടിക വെട്ടി. UDF കയ്പമംഗലം പഞ്ചായത്ത് 7-8 വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ചളിങ്ങാട് പള്ളി വളവിൽ നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. അനസ് അബൂബക്കർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൽ മജീദ്, കൺവീനർ TK സെയ്ദ് മുഹമ്മദ്, CJ പോൾസൺ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിയാരം പഞ്ചായത്തിൽ കോൺഗ്രസിന് തലവേദന ഒഴിയുന്നില്ല. ബ്ലോക്ക് ഡിവിഷനിലേക്കും പഞ്ചായത്ത് വാർഡിലേക്കും പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ജെയ്സൺ തെക്കേക്കര. നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലാണ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കൂടിയായ ജെയ്സന് പ്രതിഷേധം. ജെയ്സന് വേണ്ടി പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. വാർഡ് 2-ൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം.
ഇപ്പോൾ ഇവർ കൊണ്ടുവന്നതാണ് വ്യക്തി വാർഡിൻ്റെ അറ്റം പോലും അറിയില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ എനിക്ക് സീറ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് വാർഡിലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ അവരുടെ സാഹചര്യത്തിൽ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ എനിക്ക് ബ്ലോക്ക് പ്രസിഡന്റിനും MLAക്കും KPCCക്കും DCO കൊടുക്കാൻ വേണ്ടി അവർ എഴുതി തയ്യാറാക്കിയ ലെറ്ററാണിത്. ഇത് ലെറ്റർ എഴുതാക്കിയിട്ട് ഇത്ര വാർഡിലത്തെ വീട്ടുകാരാണ് കേട്ടോ, വാർഡിലെ വീട്ടുകാരാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ വാർഡ് പ്രസിഡന്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ജെയ്സൺ തക്കേരാണ് അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പരിഗണിക്കാൻ തയ്യാറില്ല. വാർഡ് കമ്മിറ്റി ഒന്നടങ്കം തന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരുന്നുവെന്ന് ജെയ്സൺ അവകാശപ്പെടുന്നു. മണ്ഡലം പ്രസിഡന്റും സീറ്റ് വാഗ്ദാനം ചെയ്തു. എന്നാൽ അവസാന നിമിഷം നേതൃത്വം കാലുമാറി. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടണമെന്നും ജെയ്സൺ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. നഗരസഭ 23-ാം വാർഡ് സ്ഥാനാർത്ഥി നൌഷാദ് അഹ്മുവിന്റെ പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ACPക്ക് പരാതി നൽകി. പരാജയഭീതി പൂണ്ടാണ് പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് RV ജലീൽ പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മനസ്സിലെ നന്മകളെ കണ്ടെത്താനും കാമക്രോധങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ശക്തിയാണ് ഭക്തിയെന്ന് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകൻ BT മുരളി ചെമ്പൈ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കലാകാരന്മാരായ ഡോക്ടർ മാലിനി ഹരിഹരൻ, ഗുരുവായൂർ മുരളി, ഗുരുവായൂർ നാരായണൻ, ഡോക്ടർ K. ജയകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത സെമിനാറും അഭിഷേക് രഘുറാമിന്റെ സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. ബസ്സിനുള്ളിൽ യാത്രക്കാരിയുടെ ദേഹത്ത് ലൈംഗിക ഉദ്ദേശ്യത്തോടെ സ്പർശിച്ച കേസിൽ കണ്ടക്ടറുടെ ജാമ്യാപേക്ഷ തള്ളി. മങ്ങാട്ട് തിച്ചൂർ സ്വദേശി അനൂപ് B. കൃഷ്ണയുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കഴിഞ്ഞ മാസം 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. ശിശുദിനത്തിൽ കളക്ട്രേറ്റ് ഇളക്കിമറിച്ച് കുട്ടിപ്പട്ടാളം. ചാവക്കാട് പുന്നയൂർ പഞ്ചായത്തിലെ 36-ാം നമ്പർ അങ്കണവാടിയിലെ കുട്ടിപ്പടയാണ് കളക്ട്രേറ്റ് കൈയടക്കി വാണത്. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും 20ഓളം വരുന്ന കുട്ടികൾ കളക്ട്രേറ്റിലെ താരങ്ങളായി മാറി. ജില്ലാ കളക്ടറുടെ മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ഭാഗമായാണ് ശിശുദിനത്തിൽ കുട്ടികളുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒത്തുകൂടിയത്. കളക്ടറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞും അടുത്തിരുന്നും കൂട്ടുകാരായി കുട്ടികൾ മാറി. ചിലർ മടിയിൽ കയറിയിരുന്നു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ കുട്ടികളെ ചോക്ലേറ്റ് നൽകി സ്വീകരിച്ചു. പോകുമ്പോൾ സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ കളക്ടർ യാത്രയാക്കിയത്. അങ്കണവാടിയിലെ 19 കുട്ടികളും അധ്യാപിക ഗീതാദേവിയും ഹെൽപ്പർ PM ധന്യയും കുട്ടികളുടെ രക്ഷകർത്താക്കളുമായാണ് എത്തിയത്. കഴിഞ്ഞ തവണ ശിശുദിനത്തിന് തെക്കുംകര പഞ്ചായത്തിലെ മങ്കര, കരുമത്ര അങ്കണവാടിയിലെ കുട്ടികൾ കളക്ടറോട് കൂട്ടുകൂടാനെത്തിയിരുന്നു.
TCV ന്യൂസ് തൃശൂർ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷിച്ചു. കാഴ്ചശീവിയിലേക്ക് കരിയന്നൂർ നാരായണ നമ്പൂതിരി പ്രാമാണികത്വം വഹിച്ചു. കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ തിടമ്പേറ്റി. നാഗസ്വരം, തിരുവാതിരക്കളി, തായമ്പക എന്നിവ നടന്നു. പഴയന്നൂർ നിറമാലയോടനുബന്ധിച്ച് നടന്ന ഓട്ടൻതുള്ളൽ കലാഹൃദയങ്ങൾക്ക് ആസ്വാദികരമായി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലയോടനുബന്ധിച്ച് വിശേഷാൽ പരിപാടിയായാണ് ഓട്ടൻതുള്ളൽ സംഘടിപ്പിച്ചത്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കല്യാണ സൗഗന്ധികം കഥയിൽ തിരുവില്ലാമല മാളവിക H. വാര്യർ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. വായ്പാട്ടിന് കലാമണ്ഡലം ശരത്ത്, മഹേശ്വർ H. വാര്യർ എന്നിവരും, മൃദംഗത്തിൽ കലാമണ്ഡലം സജിത് ബാലകൃഷ്ണനും അകമ്പടിയേകി. പഴയന്നൂർ മോട്ടോർ തൊഴിലാളികൾ സ്പോൺസർ ചെയ്ത പരിപാടിയായിരുന്നു ഓട്ടൻതുള്ളൽ. ക്ഷേത്രമുറ്റത്തെ നിരവധി ആസ്വാദകർക്ക് മുന്നിലായിരുന്നു ഓട്ടൻതുള്ളൽ അരങ്ങേറിയത്. ഷോളയാർ ഡാമിന്റെ റിസർവോയറിന് സമീപം പുഴ നീന്തി കടക്കുന്നതിനിടെ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. അടിച്ചിൽത്തൊട്ടി ഉന്നതിയിലെ 52 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. അപകടം നടക്കുമ്പോൾ പുഴക്കരയിൽ ശിവന്റെ മകൻ ശിവദാസൻ നിൽപ്പുണ്ടായിരുന്നു. ഡാമിന്റെ മറുകരയിലുള്ള ഇടമക്കുടി ഊരിൽ താമസിക്കുന്ന ശിവദാസന്റെ വീട്ടിൽ പോയ ശേഷം തിരിച്ചുവരികയായിരുന്നു അപകടം. നീന്തുന്നതിനിടെ അവശനിലയിലായ ഇയാൾ മുങ്ങിത്താഴ്ന്നു. പിന്നീട് ശിവദാസൻ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും അഗ്നിശമന സേനാ വിഭാഗവും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി ക്രിമിനൽ കേസുപ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി പൗണ്ട് കലവറക്കുന്ന് സ്വദേശി മുല്ലവീട്ടിൽ സുമനയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI PD ധനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട എലിവത്തിങ്കൽ ആനീസ് കൊലപാതക കേസിൽ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിന്റെ നിസ്സംഗത മൂലമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണിയാടൻ കുറ്റപ്പെടുത്തി. ആനീസ് കൊല ചെയ്യപ്പെട്ട് 6 വർഷം തികഞ്ഞ ദിവസം കേരള കോൺഗ്രസും ആനീസിന്റെ ബന്ധുക്കളും ചേർന്ന് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതുമാധവൻ പറയമ്പളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 വർഷം തടവും 2,55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തോട്ട്യാൻ വീട്ടിൽ ജോമിയെയാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ K. സൂരജ്, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. മുണ്ടത്തിക്കോട് തെക്കുമുറിയിൽ കാട്ടുപന്നിക്കൂട്ടങ്ങളുടെ വിളയാട്ടം. 15ഓളം പന്നികളാണ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധം റോഡിൽ നിറഞ്ഞു നിന്നത്. കോട്ടയിൽ പ്രസാദിന്റെ വീടിന് മുന്നിലായിരുന്നു സംഭവം. സമീപ പ്രദേശങ്ങളിലെ കൃഷികൾ പന്നികൾ നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യം മൂലം കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം അറബിക് കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. അറബിക് കലോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും സ്കൂൾ A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. കൂടാതെ LP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനവും നേടി. എരുമപ്പെട്ടിയിൽ നടന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ഒപ്പന വേദിയിൽ കാണികളുടെ ഹൃദയം കീഴടക്കി മണവാട്ടിയും തോഴിമാരും. ഇശലുകളുടെ താളവും ഒപ്പനയുടെ ചുവടുകളും ആസ്വാദകരുടെ മനം കവർന്നു. മൈലാഞ്ചി മുഞ്ചണിഞ്ഞ മണവാട്ടിയും തോഴിമാരും ആടിപ്പാടിയ മനോഹരമായ കാഴ്ചകൾക്കാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്പനവേദി സാക്ഷ്യം വഹിച്ചത്. കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിലൊന്നാണ് ഒപ്പന.
അലങ്കരിച്ച വേഷങ്ങളിൽ ഹൂറിമാർ വേദിയിലെത്തിയപ്പോൾ സദസ്സ് കയ്യടികളോടെയാണ് വരവേറ്റത്. മണവാട്ടിമാരുടെയും തോഴിമാരുടെയും ആടയാഭരണങ്ങളുടെയും മികവിലും മത്സരത്തിന്റെ വാശി പ്രകടമായിരുന്നു. മുഹമ്മദ് നബിയുടെയും ഖദീജ ബീവിയുടെയും വിവാഹ വർണ്ണനകളാണ് മാപ്പിളപ്പാട്ടിന്റെ ഇശലിൽ ഒപ്പനവേദിയിൽ അവതരിപ്പിച്ചത്. TCV ന്യൂസ് എരുമപ്പെട്ടി. ആലത്തൂർ ALP സ്കൂളിൽ ശിശുദിനത്തിൽ KG ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അധ്യാപകൻ പ്രവീൺ M. കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KJ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക PM ജിൻസ, KR ശശികുമാർ, MPTA പ്രസിഡന്റ് പ്രിൻസി പോലൂസ്, കൊറിയോഗ്രാഫർ KV ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനും നിർഭയ വളണ്ടിയേഴ്സും ചേർന്ന് നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ഗേൾസ് ഹൈസ്കൂളിൽ സൈബർ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. സൈബർ സെൽ CPO ശരത്ത്, CPO MP ശരത്ത് എന്നിവർ ക്ലാസ് എടുത്തു. നിർഭയ വളണ്ടിയർ ശാലിനി, ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭന, TM ഹൈമാവതി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTIയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ K. അരുൺ മോഹൻ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PA പ്രേമരാജ്, പ്രിൻസിപ്പാൾ VB ശ്യാം, വേലായുധൻ, ശ്രീജ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ സേവന പദ്ധതിക്ക് തുടക്കമായി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 21 മുതൽ 24 വരെയാണ് തിരുനാൾ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം 16 മുതൽ 23 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂനമ്പള്ളി ശ്രീറാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 16 വൈകിട്ട് 6:30 അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. 21 വൈകിട്ട് എറവക്കാട് മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞപന്തലിൽ പ്രവേശിക്കും. 23 മഹാപ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. ക്ഷേത്രം പ്രസിഡന്റ് എളങ്ങള്ളൂർ മന ഗിരീശൻ, സെക്രട്ടറി പ്രഭാഷ് കളരിക്കൽ, രക്ഷാധികാരി EV കൃഷ്ണൻ നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ എറവക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലായിയിൽ ദേശീയപാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരക്ക് ലോറി ചെരിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പറവൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാർഡ്ബോർഡിന്റെ പാക്കിംഗ് ബോക്സുകൾ കയറ്റിവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡിലൂടെ വന്ന ലോറി നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിയുകയായിരുന്നു. ലോറി ദേശീയപാതയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടമൊഴിവായി. ദേശീയപാതയോരത്തെ ഡ്രൈനേജിൽ സ്ലാബ് ഇടാത്ത ഭാഗത്തായിരുന്നു അപകടം. പാതയോരത്തെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടാതിരുന്നതാണ് അപകട കാരണം. ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. 1760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 57 ഗ്രാം MDMAയുമായി 2 യുവതികളടക്കം 5 പേരെ തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു.
സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. ഡ്രൈവർ രാജൻ യാത്രയായത് മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം. 3 പ്രതികൾ പിടിയിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനം പ്രതി ഗുരുവായൂരിൽ എത്തുക. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ആനകുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുറ്റേക്കരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കല്ലൂരിൽ സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.